ഒരാൾ ഓയിലിൻ്റെ കുത്തക മുതലാളി, മറ്റേ ആൾ സ്റ്റീലിൻ്റെ കുത്തക മുതലാളി. ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന സിസ്റ്റം. നമ്മൾ ഒരു നോൺ ഈക്വിലിബ്രിയം സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഇത് ഉണ്ടാക്കിയതിന് പോലും അറിയില്ല. അപ്ലൈഡ് ഫിസിക്സ് കൺട്രോൾസ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്ലൈഡ് കെമിസ്ട്രി ഈസ് ബയോളജി. ഞാൻ ഡോക്ടർ രാജു. ഞാൻ MBBS ജിപ്മറിൽ നിന്ന് പാസ്സായി. അയർലൻഡിൽ ഒരു 25 വർഷത്തെ ഫിസിഷ്യനായിട്ടും കാർഡിയോളജിസ്റ്റായിട്ടുള്ള സേവനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റൽ പ്രാക്ടീസ് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ കൂടുതലും നമ്മളുടെ പാരമ്പര്യ രീതിയും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാർഗങ്ങളും ഉപയോഗിച്ചിട്ട് പല ആളുകളുടെയും അസുഖത്തിന് ഒരു ശമനം കൊടുക്കാൻ വേണ്ടി ഉള്ള റിസർച്ച്, അതിൽ കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യമാവുകയും ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ചികിത്സാ രീതികളിലും എൻ്റെ അഡ്വൈസിലും ഞാനത് കൊണ്ടുവരികയും അത് ഗുണകരമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയായിട്ട് കുറച്ച് പഠനങ്ങൾ ചെയ്യുകയും അതിൻ്റെയൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സാറേ, നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വാട്ട് ഈസ് ഹെൽത്ത്, റിഡിഫൈൻ ഹെൽത്ത്, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ളത് കാര്യങ്ങൾ. സാറിൻ്റെ കൺസെപ്റ്റിൽ ഇത്ര കാലത്ത്, ഇപ്പോൾ അയർലൻഡിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു, ജിപ്മറിൽ കഴിഞ്ഞു, ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ സാറിനെ ഹെൽത്ത് എന്ന് പറയുന്ന ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഹെൽത്തിനെ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഊർജ്ജസ്വലനായ ആൾ ഹെൽത്തി ആയിരിക്കും. മനസ്സിലായോ? ടയർഡല്ലാത്ത ആൾ ഹെൽത്തി ആയിരിക്കും. പക്ഷേ ഊർജ്ജസ്വലത വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന പല ബയോകെമിക്കൽ, ബയോഫിസിക്കൽ ചേഞ്ചസ്, പിന്നെ ഇമോഷണൽ, മൈൻഡ്, നമ്മുടെ പഞ്ചകോശങ്ങളിലെ 4 കോശങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. 5ാമത്തെ അതിൻ്റെ ഉൾക്കൂടെ ഞാൻ പറയാം അത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് 4ഉം വർക്ക് ചെയ്താൽ മാത്രമേ അയാൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പഞ്ചകോശത്തിൽ തന്നെ ഏറ്റവും ഇൻസിഗ്നിഫിക്കൻറ്റ് എന്ന് വിളിക്കാവുന്നത് അന്നമയ കോശമാണ്. മെറ്റീരിയൽ ബോഡി, കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ശരീരം. ആ ശരീരത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുഴുവൻ ഈ ഹെൽത്തിൻ്റെ ഡെഫിനിഷനും എല്ലാം നമ്മൾ മെറ്റീരിയലിസ്റ്റ് ബോഡിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന രീതി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ സയൻസ് വരുന്നത് തന്നെ ആഫ്റ്റർ നമ്മളുടെ വെസ്റ്റേൺ ഈ ചർച്ചും സ്റ്റേറ്റുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഇവരുടെ എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാവുന്നത്, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ്. അവിടെ നിന്ന് വരുന്ന, അതായത് എല്ലാ ദൈവികമായിട്ടുള്ളതും എല്ലാ മെറ്റാഫിസിക്കലായിട്ടുള്ള ഐഡിയാസിനോടും എതിർപ്പ് കാണിച്ചുകൊണ്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് പാരഡൈം അവർ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് മെഡിസിനും വന്നത്. ആ പാറ്റേൺ മെഡിസിനിലേക്കും വന്നു. സാധാരണ നമ്മൾ പറയില്ലേ, ബയോഫിസിക്സ് കൺട്രോൾസ് ദി ബയോളജി. ആ ലെവലിലേക്ക് നമുക്ക് ബയോഫിസിക്സ് കൺട്രോൾ, അപ്ലൈഡ് ഫിസിക്സ് കൺട്രോൾസ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്ലൈഡ് കെമിസ്ട്രി ഈസ് ബയോളജി. ആ മെറ്റീരിയൽ തിങ്ങിൽ നിന്ന് നമ്മൾ ഇതിനെ കണ്ടെത്തി കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഈസ്റ്റേൺ മോഡേൺ സിസ്റ്റത്തിലേക്ക് വരാണെങ്കിൽ, അതെ ഈസ്റ്റേൺ അവരെ മോഡേൺ ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് കാണേണ്ടി വരും, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ. ഇതെല്ലാം ഒന്ന് തന്നെ അൾട്ടിമേറ്റ്ലി. കാരണം ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസ് ഇതിൻ്റെ വലിയ ആരാധകരായിരുന്നു. ഈ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൻ്റെ വലിയ ആരാധകനായിരുന്നു. അതാണ് ലെറ്റ് ഫുഡ് ബി ദൈ മെഡിസിൻ, മെഡിസിൻ ബി ദൈ ഫുഡ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. പലത് കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് മുഴുവൻ ഈ പറയുന്ന ആശയമായിട്ട് ചേർന്ന് പോകുന്നതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളുടെ ആരോഗ്യം. മനസ്സിലാവും. പിൽക്കാലത്ത് ഇതിൽ നമ്മുടെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ റോക്ക്ഫെല്ലറും കാർനെഗിയും, ഒരാൾ ഓയിലിൻ്റെ കുത്തക മുതലാളി, മറ്റേ ആൾ സ്റ്റീലിൻ്റെ കുത്തക മുതലാളി, ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന സിസ്റ്റം. അതിനൊരു ചരിത്രമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. പക്ഷെ അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അമേരിക്കൻ ഹിസ്റ്ററി ഓഫ് മോഡേൺ മെഡിസിൻ 20ാം നൂറ്റാണ്ടിൽ റോക്ക്ഫെല്ലർ
ഏകദേശം 95% ഓയിൽ റവന്യൂ അദ്ദേഹത്തിൻ്റെയാണ്. കാർണിഗി ഏകദേശം ഇതുപോലെ തന്നെ. ഇവർ രണ്ടുപേരും വിളിച്ചുകൊണ്ടിരുന്ന റോബർട്ട് ബാരൻ എന്നാണ്. റോബർട്ട് ബാരൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ നമ്മൾ പറയുന്ന പല മാഫിയാസ് ഉണ്ടല്ലോ, അവര് കായിക ബലവും കാശിന്റെ ബലവും വെച്ചിട്ട് കാര്യങ്ങൾ അടക്കി വാഴുക, പിടിച്ചെടുക്കുക, ഈ പരിപാടിയായിരുന്നു അദ്ദേഹം ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞ ആളുകൾ സമ്മതിക്കില്ല, കാരണം റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനും കാർണഗി ഹോളൊക്കെ എല്ലാവരും അപ്പോ റോക്ക് ഫെല്ലറിന്റെ ഓയിൽ ബിസിനസിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു പെട്രോകെമിക്കൽ. അപ്പോൾ അതിനെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് റോക്ക് ഫെല്ലറിനെ അലട്ടിക്കൊണ്ടിരുന്നതാണ്. കാരണം ഓയിലിന് ഇത്രത്തോളം റവന്യൂ വരുന്നുണ്ട്, പക്ഷെ അത് വേസ്റ്റ് പ്രോഡക്റ്റ് കളയണമല്ലോ. മനസ്സിലായോ? അപ്പോൾ അവർ ബേക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രാൻഡ് ഫാദറായിട്ട് വരും. പക്ഷെ ബേക്ക് ലൈറ്റിന് പ്രചാരം കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഓർഗാനിക് കെമിസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന സമയം പുള്ളിക്കാരൻ ഏകദേശം 1000-1500 ഓർഗാനിക് കെമിസ്റ്റിനെ എംപ്ലോയ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്ന് അമേരിക്കയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പല പല സാധനങ്ങൾ, വിറ്റമിൻ സി അങ്ങനത്തെ സാധനങ്ങൾ, അതിൻ്റെ കോപ്പികൾ ഓർഗാനിക് കെമിസ്ട്രി വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ വിറ്റമിൻ സി സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് ഈ ഇതിൻ്റെ ഈ കെമിക്കൽ ബേസ്ഡ് ഈ ഫാർമക്കോളജിയുടെ തുടക്കം ശരിക്കും. മനസ്സിലായ? പിന്നെ ഇതിനെ അപ്പോൾ അത് അതിൻ്റെ സപ്ലൈ സൈഡാണ്, ഇതിൻ്റെ ഡിമാൻഡ് സൈഡും കൂടി വേണമല്ലോ. ആ ഡിമാൻഡ് സൈഡിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ബലം ഉപയോഗിച്ച് സെനറ്റിൽ കൂടി ഒരു ഫ്ലെക്സ്നർ ആക്ട് പാസ്സാക്കുകയും, ഫ്ലെക്സ്നർ കാർണഗിയുടെ സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിന് മെഡിസിനായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിനെ അന്നത്തെ അമേരിക്കയിലെ പല പല മെഡിക്കൽ കോളേജിൽ വിടുകയും അവിടുത്തെ ഉള്ള പോരായ്മകൾ ഈ കെമിക്കൽ ബേസ്ഡ് പാരഡൈമിൽ കൂടി മാറ്റാം എന്നുള്ളൊരു റിപ്പോർട്ടാണ് ബേസിക്കലി ഫ്ലെക്സ്നർ കൊടുത്തത്. ഈ റിപ്പോർട്ട് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിച്ചു. അങ്ങനെയാണ് അമേരിക്കയിലെ പല മെഡിക്കൽ കോളേജിൽ അടഞ്ഞു പോയിട്ട് എല്ലാവരും കൂടി ഈ പുതിയ കെമിക്കൽ ബേസ്ഡ് പാരഡൈമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശശുദ്ധിയില്ലാത്ത ഒരു പ്രവൃത്തിയുണ്ട്. ഏത് ശുദ്ധിയില്ലാത്ത പ്രവൃത്തി വെച്ചിട്ടൊരു സാധനം സംരംഭം തുടങ്ങി കഴിഞ്ഞാലും അത് അവസാനം പ്രശ്നത്തിലേക്ക് പോകും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ റോക്ക് ഫെല്ലറും കാർണഗിയും കൂടിയാണ് അവരുടെ ഇങ്ങനെ ഒരു തുടങ്ങിയത്. കാർണഗിയുടെ സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു ഫ്ലെക്സ്നർ ഡോക്ടറല്ല, ക്ലാസിക്കൽ ആർട്സിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. അപ്പോൾ അദ്ദേഹത്തിന് എന്താ ചുമതലപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അമേരിക്കയിലുള്ള പല പല മെഡിക്കൽ കോളേജ് അതെല്ലാം മിക്കവാറും എല്ലാം ഹോമിയോപ്പതി ആയിരുന്നു. മനസ്സിലായോ? പിന്നെ ഇലക്ട്രോ തെറപ്പി അങ്ങനത്തെ കുറെ, പിന്നെ റെഡ് ഇന്ത്യൻ മെഡിസിൻ അങ്ങനത്തെ കുറെ മരുന്നുകളായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇതിനെ ക്രിട്ടിക്കലി അസസ് ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഫ്ലെക്സ്നർ നാച്ചുറൽ അദ്ദേഹത്തിന്റെ എംപ്ലോയറിനെ സാറ്റിസ്ഫൈ അല്ലേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പോഴത്തെ നമുക്ക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി അങ്ങനത്തെ കെമിക്കൽ ബേസ്ഡ് തെറപ്പീസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രാകൃതമാണ്, സയന്റിഫിക് അല്ല. അപ്പോൾ അതിനെ നമ്മൾ മാറ്റണം എന്നുള്ള രീതിയിലാണ് ഫ്ലെക്സ്നറുടെ റിപ്പോർട്ട് വന്നത്. ഈ റിപ്പോർട്ട് ഇവർ രണ്ടുപേരും കൂടി അവരുടെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ച് അവർ കോൺഗ്രസിൽ പാസ്സാക്കി എന്നുള്ളതാണ് ചരിത്രം. ഇത് മിക്ക അമേരിക്കൻ ഡോക്ടർമാർക്ക് വരെ അറിയില്ല. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പോയി പലരും പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ ഈ സിസ്റ്റം മാറാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 1910-20 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് 28 ആയപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചു. പെനിസിലിൻ ശരിക്കും പറഞ്ഞ ഒരു ഫംഗസാണ്, അവിടെ ഫംഗസ് എന്ന് വരുന്നതാണ്. പക്ഷെ എന്നാലും അതൊരു കെമിക്കലാണ്. ആ കെമിക്കല് പലർക്കും ഗുണം ചെയ്തു. ആൻറ്റിബയോട്ടിക് എന്നുള്ള രൂപത്തിൽ, ആദ്യത്തെ ആൻറ്റിബയോട്ടിക് എന്നുള്ള രൂപത്തിൽ ഗുണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കെമിക്കൽ പാരഡൈമിന് ഒരു ബൂസ്റ്റ് കിട്ടി. അങ്ങനെ ഡോക്ടറല്ലാത്ത ഫ്ലെക്സ്നർ ഉണ്ടാക്കി വെച്ച സിസ്റ്റം ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഈ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി അത് കണ്ട് മേലിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് 50കളൊക്കെ ആയപ്പോൾ നമ്മുടെ DNA, വാട്സൺ ആൻഡ് ക്രിക്ക്, DNA ഇത് വന്നു. അപ്പോൾ ജെനറ്റിക്സും
ഫാർമക്കോളജി ഉണ്ടെങ്കിൽ ഏത് അസുഖത്തെയും നമ്മൾ മാറ്റാം എന്നുള്ള ധാരണയിൽ നമ്മൾ എത്തി. പക്ഷേ ഇപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. ടെക്നോളജിയിൽ പുതിയ പുതിയ സ്കാനിങ് മെഷീൻസും പുതിയ പുതിയ ഇൻ്റർവെൻഷൻ മെത്തഡ്സും പുതിയ പുതിയ മരുന്നുണ്ടാക്കുന്ന രീതികളും അതിൽ വായിൽ കൊള്ളാത്ത പേര് ഒക്കെ കെമിക്കൽ ബേസ്ഡ് മാത്രമാണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ടെക്നോളജി സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാരാണ്. മെഡിക്കൽ സയൻസ് സൈഡിൽ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യങ്ങളും മാറ്റിയിട്ടില്ല നമ്മൾ. ഇതെല്ലാം 17ാമത്തെയും 18ാമത്തെയും നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്തുടർന്ന് വരുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിന് ടെക്നോളജി എത്രത്തോളം ഡെവലപ്പ് ചെയ്തെങ്കിലും നമ്മളുടെ ഈ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്നതാണ്. വലിയ യൂണിവേഴ്സിറ്റികളും വലിയ പ്രൊഫസറും വലിയ വലിയ സിസ്റ്റംസും ടെക്നോളജിയും എല്ലാം ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആവണോ അല്ലയോ എന്ന് നോക്കുന്ന അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം വെച്ചിട്ടാണ്. ആ ഔട്ട്കം നോക്കുമ്പോൾ നമ്മളുടെ വേൾഡ് ഡിസീസ് ബേർഡൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഡിസീസ് ബേർഡൻ എല്ലാ വർഷവും കൂടി പോകുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ചിട്ട് അമേരിക്കയിൽ 93% പേർക്കും മെറ്റബോളിക് ഹെൽത്ത് അവരെ പൂറാണ്. അപ്പോൾ ഈ സിസ്റ്റം ഫെയിൽഡ് അല്ലേ? 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന കുറേ അറിവുകൾ അതൊരു ഹൈപ്പോസിസ് ആയിരിക്കാം, അല്ല സയന്റിഫിക് ആണെന്ന് പറഞ്ഞ് അല്ല. ഇതിലെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ മെഡിക്കൽ ഫീൽഡിൽ ഹൈപ്പോത്തിസിസും സർട്ടൻ തിയറീസ് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ബയോളജിയിൽ ലോ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് ഫിസിക്സിലുള്ളൂ. മനസ്സിലായി? എക്കാലത്തും മാറാൻ പറ്റാത്ത നിയമങ്ങൾ. ഇവിടെ നിയമങ്ങളേ ഇല്ല. ബയോളജിയിൽ നിയമം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ലൈവ് ഓർഗനിസം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെതായിട്ടുള്ള ഒരു പല പല ബാലൻസുകൾ എത്തിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ ഈ ഹോമിയോസ്റ്റേസിസ് എന്നുള്ള വാക്ക് തന്നെ, ഹോമിയോസ്റ്റേസിസ് വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഹോമിയോസ്റ്റേസിസ് എന്നുള്ള വാക്കിന് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്നോമറാണ്. ശരിക്കും ഒരു ഹെട്രോഡൈനാമിക് എന്നോ അങ്ങനെ വല്ല പേരിട്ട് വിളിക്കാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ പറയേണ്ട വാക്ക് അതാണ്. അതെ, എന്ന് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് പോയി ഫിസിക്സിന്റെ നിയമം അനുസരിച്ചിട്ട് ദാറ്റ് സിസ്റ്റം ഇസ് ഡെഡ്, സ്റ്റാറ്റിക് ആയി. അപ്പോൾ നമ്മൾ ഗോയിങ് ടു ബി പെർഫെക്റ്റ്. അതെ, നമ്മൾ ഒരു നോൺ ഇക്വിലിബ്രിയം സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഇത് ഉണ്ടാക്കിയതിന് പോലും അറിയില്ല. തമാശ രൂപത്തിൽ പറയാവുന്ന ഒരു കാര്യം, സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ നമ്മളുടെ മെർക്ക് കമ്പനിക്കാരുടെ സ്റ്റാറ്റിൻ ഇറക്കിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് കോയിൻസൈൻ ക്യൂട്ടൻ ഒരു മാർക്കറ്റിൽ ഇറക്കണമെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാറ്റിൻ കഴിക്കുന്ന ഒരാൾ കൊളസ്ട്രോൾ ഭീകരനാണെന്ന് പറഞ്ഞു സ്റ്റാറ്റിൻ കഴിച്ചുകൊണ്ട് ഒരു നിത്യ മാറാരോഗ്യമാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നതിന് ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് മെർക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മെർക്കിൻ്റെ എംപ്ലോയീസ് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. മെർക്ക് ആദ്യം ഈ സ്റ്റാറ്റിൻ ഉണ്ടാക്കിയപ്പോൾ മെർക്കിന് ഈ കോയിൻസൈം ക്യൂട്ടനെ പറ്റി അറിയാം. അതെ, മെർക്ക് അതുകൊണ്ട് ഈ കോയിൻസൈം ക്യൂട്ടനും ഈ സ്റ്റാറ്റിനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡ്രഗിന്റെ പേറ്റന്റ് എടുത്തു വെച്ചു. രണ്ടിനും പേറ്റന്റ് എടുത്തു വെച്ചു. അല്ല, നമ്പേഴ്സ് അടുത്തടുത്താണ്. അതെ. പക്ഷെ ഈ കോമ്പിനേഷൻ ഡ്രഗിന് പേറ്റന്റ് എടുത്തെങ്കിലും മെർക്ക് ഇത് ഇറക്കിയില്ല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ അലർട്ട് ചെയ്യരുത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. മനസ്സിലായി? നമ്മളെക്കാളും ഈ ഡോക്ടർമാരെക്കാളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെക്കാളൊക്കെ വളരെ ബുദ്ധി കൂടിയ ആളുകളാണ് ഇവർ അഡ്വൈസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും മനസ്സിലായി? അപ്പം അവരതുകൊണ്ട് ഇത് വെച്ച് കാശുണ്ടാക്കാമെങ്കിലും ജനങ്ങളെ അലേർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവരത് ചെയ്തു. പക്ഷെ അതിൻ്റെ പരിണാമപരമായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിൻ തന്നെ ഇപ്പം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഞാൻ തന്നെ കാണുന്നത് കൂടുതൽ ഈ മസിൽ ഡാമേജ് ആണ്. കോയിൻസൈം ക്യൂട്ടൻ്റെ എഫക്റ്റാണത്. നമ്മുടെ കോയിൻസൈം ക്യൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺട്രിയൽ എനർജി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ അത് വളരെ വൈറ്റലായിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ അത് തന്നെ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ പല സിസ്റ്റംസും അവതാളത്തിലാവും. ബ്രെയിൻ അവതാളത്തിലാവുന്നുണ്ട്. ഒരു സ്പേസ് സർജൻ തന്നെ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, ലിപ്പിറ്റോർ ദ തീഫ് ഓഫ് മൈ മെമ്മറി. ലിപ്പിറ്റോർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിൻ മരുന്നാണ്.
ലിപ്പിറ്റോർ ദ തീഫ് ഓഫ് മൈ മെമ്മറി എന്നുള്ളത്. അദ്ദേഹം പൈലറ്റും കൂടിയാണ്, നാസയ്ക്ക് വേണ്ടി സ്പേസ് ഷട്ടിലിൽ പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോക്പിറ്റിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരന് മെമ്മറി ഇല്ല. ഈ ഈ ഡാഷ്ബോർഡിലുള്ള ഇത് എന്തിനാ ഉപയോഗിക്കണം. അപ്പം അദ്ദേഹം ആദ്യം വിചാരിച്ചു ഇതെന്തോ ഒരു അബദ്ധം പറ്റിയായിരിക്കും. പക്ഷെ പിൽക്കാലത്ത് പിന്നെയും വന്നപ്പോൾ അദ്ദേഹം അസസ്മെന്റിന് വിജയനായി. പക്ഷേ അവരുടെ നിയമം അനുസരിച്ചിട്ട്, ഈ ഏവിയേഷൻ നിയമം അനുസരിച്ചിട്ട് ഇത്ര കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് എടുക്കണം. ഇദ്ദേഹം ആരടുത്തും പറയാതെ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതാണ് അതിൻ്റെ കാരണമെന്ന്. ഇപ്പോൾ അത് നമ്മൾ പല ആളുകളിലും കാണുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഈ കോൻസൈം ക്യൂട്ടൻ എന്ന് പറഞ്ഞ സാധനവും ഇല്ലെങ്കിൽ, മൈറ്റോകോൺഡ്രിയ വർക്ക് ചെയ്തില്ലെങ്കിൽ, മൈറ്റോകോൺഡ്രിയ വർക്ക് ചെയ്യാത്താണ് എല്ലാ ക്രോണിക് ഡിസീസിൻ്റെയും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന പെത്തോളജിക്കൽ ബേസിസ്. ക്യാൻസർ ആണെങ്കിലും ശരി, ഡയബറ്റീസ് ആണെങ്കിലും ശരി, അൽസൈമർ ഡിമെൻഷ്യ ആണെങ്കിലും മൈറ്റോകോൺഡ്രിയ ഡാമേജ് ഉണ്ടാവും. എല്ലാ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും മൈറ്റോകോൺഡ്രിയ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയ ഡാമേജ് വരുമ്പോൾ അവിടെ ഒരു മരുന്നും കൂടിയുണ്ട് ഈ കോൻസൈം ക്യൂട്ടൻ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഭയാനകമായിരിക്കും അത്. അപ്പോൾ ഇത്രത്തോളം ലോകം മുഴുവൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ മരുന്ന് ഉണ്ടായിട്ട് കൂടി ഇത്രത്തോളം ആളുകൾ കുഴപ്പമില്ലാതെ എന്ന് നമ്മൾ വിചാരിക്കുന്നു, കുഴപ്പമില്ലാതെ ഇത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു ലോകത്തിൽ വലിയ അത്ഭുതമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിൽ ഏരിയയിൽ നിന്ന് തന്നെ ഇതിൻ്റെ എമൗണ്ടുകളെല്ലാം ഒരു പോർഷൻ ഇവരുടെയൊക്കെ കയ്യിലേക്കല്ലേ പോകുന്നത് യഥാർത്ഥത്തിൽ. ഈ കമ്പനി ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കി ഓരോ വീട്ടുകളിൽ നിന്ന് അതിൻ്റെ ഓരോ എമൗണ്ട് ഇവരെ വളർത്താൻ വേണ്ടി ചെയ്യണല്ലേ, നമ്മുടെ ജീവൻ കളഞ്ഞുകൊണ്ട്. അല്ല, അത് നമ്മൾ അറിവില്ലായ്മേനെയാണോ ചൂഷണം ചെയ്യുന്നത്? അല്ല, അവിടെയാണ് ഈ ഫ്ലെക്സറിൻ്റെ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫ്ലെക്സർ ഈ മെഡിക്കൽ കോളേജിലുള്ള ഈ മാറ്റങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയത് ഇത് ഓക്കെ, നമുക്ക് ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ ഒരാൾ വേണമല്ലോ, മനസ്സിലായോ? അപ്പോൾ അതിന് അദ്ദേഹം ഇവർ മൂന്നുപേരും കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും, അന്ന് എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി, പക്ഷേ മാസച്യൂസെറ്റ്സ്, ബോസ്റ്റൺ ഇരിക്കുന്ന മാസച്യൂസെറ്റ്സ് ഒഴിച്ചിട്ടുള്ള മിക്ക സ്റ്റേറ്റുകളിലും അവർ 10-15 ഡോക്ടർമാരെ വെച്ചിട്ടൊരു ഗ്രൂപ്പാക്കി. ആ ഗ്രൂപ്പാണ് പിൽക്കാലത്ത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനായിട്ട് മാറിയത്. ബോസ്റ്റൺ പിന്നെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ യൂറോപ്പിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ മെഡിക്കൽ അസോസിയേഷൻസ് വന്നു. ഈ മെഡിക്കൽ അസോസിയേഷനാണ് നമുക്ക് ഈ ഗൈഡ് ലൈൻസ്. അപ്പോൾ ഗൈഡ് ലൈൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഗി എടുക്കണം, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എല്ലാവരുടെയും ആദരണീയനാണ് ഫ്ലെക്സ്നർ. ആർക്കും അറിയില്ല, മിക്കവാറും ഏത് ഡോക്ടർ അടുത്ത് ചോദിച്ചാലും ഫ്ലെക്സ്നർ ആണെന്ന് അറിയില്ല. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫ്ലെക്സ്നറിന്റെ ഒരു കയ്യൊപ്പുണ്ട്.